2026 രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ ഏതാണ്ട് 25ലധികം രാജ്യങ്ങളാണ് പിണറായി വിജയനും സംഘവും സന്ദർശിച്ചത്. സംസ്ഥാനത്തെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 25 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയത്. എന്നാൽ പിണറായി വിജയന്റെ ഈ സന്ദർശനങ്ങൾ വഴി കേരളത്തിലെ നിക്ഷേപങ്ങൾക്കായി പ്രൊമോട്ടർമാരുമായി ഒപ്പുവെച്ച ധാരണാപത്രങ്ങളെക്കുറിച്ച് വ്യവസായ വകുപ്പിന് ഒരു വിവരവുമില്ലെന്നാണ് വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്ത് വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. കേരളത്തിലെ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗകര്യമൊരുക്കുന്നതിനും കൈകോർക്കുന്നതിനുമുള്ള ഏക കോണ്ടാക്റ്റായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തിയ സന്ദർശനങ്ങളിൽ താൽപര്യ പ്രഖ്യാപനങ്ങൾ ഒപ്പിട്ടിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. മുഖ്യമന്ത്രി നടത്തിയ സന്ദർശനങ്ങളിൽ ഒപ്പിട്ട താൽപര്യ പ്രഖ്യാപനങ്ങളിൽ KSIDC നേരിട്ട് ഇടപെട്ടിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. 2018 മുതൽ 2023 ജൂലൈ വരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘങ്ങളുടെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചതിന്റെ ചെലവ് നികത്തുന്നതിനും അധിക അംഗീകാരത്തിനെതിരായി യഥാർത്ഥ ചെലവ് ക്രമപ്പെടുത്തുന്നതിനുമായി 3.56 കോടി രൂപ അനുവദിച്ചുകൊണ്ട് 2025 മെയ് മാസത്തിൽ ധനകാര്യ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വിദേശ സന്ദർശനങ്ങളുടെ ബ്രേക്കപ്പുകൾ ഉൾപ്പെടെയുള്ള യഥാർത്ഥ ചെലവുകൾ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. 2025 മാർച്ച് 3 നിയമസഭാ ചോദ്യത്തിനു പോലും ഉത്തരം ലഭിച്ചിട്ടില്ല. എന്നാലും പൂർണ്ണ വിവരങ്ങൾ നൽകാതെ ദൈനംദിന അലവൻസുകളും തിരിച്ചടച്ച തുകയും സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. 2016 2025 ഇടയിൽ പിണറായി വിജയന്റെ വിദേശ യാത്രകളിൽ ഒപ്പുവെച്ച ധാരണാപത്രങ്ങൾ, വിദേശ സന്ദർശനങ്ങളുടെ ഫലമായി കേരളത്തിൽ നടത്തിയ നിക്ഷേപങ്ങൾ, പദ്ധതികളുടെ നിലവിലെ സ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് വിവരാവകാശ രേഖയിലുള്ളത്. വ്യവസായ വകുപ്പ് ഈ ചോദ്യം KSIDCക്ക് കൈമാറിയെങ്കിലും തങ്ങൾക്ക് ഇതേപ്പറ്റി യാതൊരു വിവരവുമില്ലെന്നാണ് മറുപടി. 2016 2025 ഇടയിലുള്ള സർക്കാർ ഉത്തരവുകളുടെയും നിയമസഭാ രേഖകളും കാണിക്കുന്നത് പിണറായി വിജയനും സംഘവും UAE, USA, UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിൻലാൻഡ്, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ബഹ്റൈൻ, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ പോയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചികിത്സാർത്ഥം നടത്തിയ US സന്ദർശനങ്ങൾ ഒഴികെ മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം മുഖ്യമന്ത്രി നടത്തിയത് ഔദ്യോഗിക യാത്രകളായിരുന്നു. സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക, പ്രവാസി കേരള സംഘടനകളുടെ യോഗങ്ങളിൽ പങ്കെടുക്കുക, എക്സ്പോകൾ നടത്തുക, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ KSFE പ്രവാസി ചുറ്റിയും മസാല ബോണ്ടും ആരംഭിക്കുക എന്നിവയായിരുന്നു ചില സന്ദർശനങ്ങളുടെ ഉദ്ദേശം. യാത്രകളിൽ ഉച്ചഭക്ഷണ യോഗങ്ങൾ, റോഡ് ഷോകൾ, നിക്ഷേപ ഉച്ചകോടികൾ എന്നിവ നടന്നതായും രേഖകളിൽ പറയുന്നു. 2019 ജനീവയിൽ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഈ സന്ദർശനത്തിൽ ഭാര്യയും മകളും ചെറുമകനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 2017 കിരീടാവകാശിയുടെ കോടതി പ്രസിഡന്റ് ഖലീഫ ബിൻ ദുറൈജ് അൽ ഖലീഫയുടെ ക്ഷണപ്രകാരം ആഴത്തിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി അദ്ദേഹം ബഹ്റൈനിലേക്ക് പോയി. കേരളത്തിലെ കൃഷി, വ്യവസായം, IT എന്നിവയിൽ നിക്ഷേപകർ താൽപര്യം പ്രകടിപ്പിച്ചു. 2022 സന്ദർശന വേളയിൽ ഹൈഡ്രജൻ പ്രോ, കാംബി ഗ്രൂപ്പ്, ഓർക്ക് തുടങ്ങിയ നോർവീജിയൻ കമ്പനികൾ കേരളത്തിൽ നിക്ഷേപ പട്ടികയിൽ താൽപര്യം പ്രകടിപ്പിച്ചതായും ഒരു കമ്പനി 150 കോടി രൂപ വാഗ്ദാനം ചെയ്തതായും നിയമസഭാ രേഖയിൽ പറയുന്നു. നോർവീജിയൻ കമ്പനിയായ കോർവസ് എനർജി ഇലക്ട്രിക് ബാറ്ററി ഉൽപാദനത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചതായും അതിൽ പറയുന്നുണ്ട്. ഗിഫ്റ്റ് നഗരത്തിലെ നിക്ഷേപം സംബന്ധിച്ച ചർച്ചകളിൽ നിരവധി കമ്പനികൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2022 പിണറായി വിജയന്റെ UK സന്ദർശന വേളയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇലക്ട്രിക് ബസ് നിർമ്മാണം, സൈബർ, ധനകാര്യ മേഖലകളിൽ നിക്ഷേപം നടത്തുമെന്ന് ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ ഗോപിചന്ദ് ഹിന്ദുജ ഉറപ്പ് നൽകിയതായി 2022 ഡിസംബറിൽ 5 നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. 2019 ഒക്ടോബർ 4 ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ വിളിച്ചു ചേർത്ത ഒരു സംവേദനാത്മക സെഷനിൽ പങ്കെടുക്കാൻ അദ്ദേഹം ദുബായിലേക്ക് പോയി. ചെലവ് KSIDCയും
നോർക്ക റൂട്ട്സും തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് വഹിച്ചത്. കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും വ്യാപാരം, ടൂറിസം മേഖലകളുടെ വികസനത്തിനുമായി 2019 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജപ്പാനിലേക്കും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലേക്കും ഒരു പ്രതിനിധി സംഘം തന്നെ പോയി. കേരള ചാപ്റ്ററുകളുമായി കൂടിയാലോചിച്ച് വ്യവസായ വകുപ്പ് അന്തിമമാക്കിയ ഈ ഔദ്യോഗിക സംഘത്തോടൊപ്പം വ്യാപാര പ്രതിനിധികളും ഉണ്ടായിരുന്നു. സന്ദർശന വേളയിൽ പ്രതിനിധി സംഘാംഗങ്ങൾക്ക് വിമാനക്കൂലി, വിമാനത്താവള നികുതി, ഹോട്ടൽ താമസം, ആശയവിനിമയ ഉപകരണങ്ങൾ, വിമാനത്താവള ലോഞ്ച് ആക്സസ്, ദിവസേനയുള്ള ചെലവിനായി $100 അലവൻസും ഇതോടൊപ്പം വിശിഷ്ട വ്യക്തികൾക്ക് നൽകാനായി വില കൂടിയ സമ്മാനങ്ങളും സുവനീറുകളും കൊണ്ടുപോകുന്നതിന് അധിക ലഗേജ് ചാർജ് മുടക്കിയാണ് പോയത്. ടോക്കിയോയിലെ ഇന്ത്യൻ എംബസിയിൽ നിക്ഷേപ മീറ്റ് നടന്നു. ഇതിലെ ഉച്ചഭക്ഷണത്തിനായി 2 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി സിയോളിൽ കേരള റോഡ് ഷോ സംഘടിപ്പിക്കുന്നതിന് 13.65 ലക്ഷം രൂപയും ചെലവഴിച്ചു. ഇതോടൊപ്പം ബുസാനിലെ മറ്റൊരു റോഡ് ഷോയും മറ്റു ചെലവുകളുമായി സംസ്ഥാനത്തിന് 36 ലക്ഷം രൂപ ചെലവായി. അതുപോലെ തന്നെ വേൾഡ് എക്സ്പോയിൽ പങ്കെടുക്കാൻ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ ക്ഷണം സ്വീകരിച്ച മുഖ്യമന്ത്രിയും ഭാര്യയും 2022 ജനുവരി 31 മുതൽ 2022 ഫെബ്രുവരി 7 വരെ UAE പോയി. 2019 ദുബായ് സന്ദർശന വേളയിൽ വിമാന സ്പെയർ പാർട്ട് നിർമ്മാണത്തിലും സ്റ്റീൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിക്ഷേപം വാഗ്ദാനം ചെയ്തതായി രേഖകൾ വ്യക്തമാക്കുന്നു. കൂടാതെ സർക്കാരിന് $500 മില്യൺ നിക്ഷേപ വാഗ്ദാനവും ലഭിച്ചു. ജപ്പാൻ, കൊറിയ സന്ദർശനങ്ങൾ വഴി 300 കോടിയിലധികം രൂപയുടെ നിക്ഷേപം വന്നതായും ദുബായിൽ നടന്ന നിക്ഷേപ സംഗമത്തിന് ശേഷം കേരളത്തിൽ 170 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായതായും മുഖ്യമന്ത്രി നിയമസഭയിലും പത്രസമ്മേളനങ്ങളിലും പറഞ്ഞിരുന്നു. തന്റെ സന്ദർശന വേളയിൽ നിരവധി ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചതായും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു. എന്നാൽ നിയമസഭയിലും രേഖകളിലും പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവന്ന രേഖകൾ പറയുന്നത്.